നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോ പ്ലീസ്. അറ്റ്ലാന്റിക് സമുദ്രം ശാന്തമായിരുന്നു. ലോകത്തിലെ മുഴുവൻ കണ്ണുകളും ആ മഹാസമുദ്രത്തിന്റെ ഓളപ്പരപ്പിന് മുകളിൽ. നിലാമലരെ ഇന്ത്യൻ സമയം രാവിലെ 3:27 ആ അതിമനോഹര കാഴ്ച ലോകം കണ്ടു. നിലാമലരെ സുനിത വില്യംസിനെയും ബുച്ച് വിൽമോറിനെയും വഹിച്ചുകൊണ്ടുള്ള സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ക്രൂ 9 പേടകം നീലക്കടലിൽ പറന്നിറങ്ങി. പ്രഭാകിരണം വരാറായി. ഇത് കണ്ടപ്പോ ആ വീഡിയോ കണ്ടതിനകത്തുള്ള മെയിൻ കോണ്ടന്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. സുനിത വില്യംസ് തിരിച്ചു വരുന്നതാണ്. എത്ര മാസത്തെ കാത്തിരിപ്പിന്റെ വിരാമമാണെന്നാണ് വീഡിയോയിൽ കാണിച്ചത്. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറഞ്ഞിരുന്നു, എത്രയോ മാസത്തെ കാത്തിരിപ്പിന്റെ വിരാമമാണ്, അത് കഴിഞ്ഞിട്ടാണ് സുനിത വില്യംസ് തിരിച്ച് വരുന്നതെന്നുള്ളത്. അതിൽ എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു, സ്പേസ് എക്സ് പ്രോബ് വിട്ട് പറയൂ, ഉത്തരം പറഞ്ഞോ. 3 മാസം. 3 മാസമാണെങ്കിൽ ഇത് അത്ര വലിയ പ്രശ്നമാവില്ലല്ലോ. രക്ഷയില്ല, ഒരു ഗസ് അടിച്ചേ. ശരി, ഞാൻ ആദ്യമായിട്ട് എപ്പോഴും നമ്മുടെ ഇവിടത്തെ ഒരു കംപ്ലൈന്റ് ഉണ്ട്. നിങ്ങൾ എന്തായാലും ഉത്തരം പറയാത്ത സ്ഥിതിക്ക് സാധാരണഗതിയിൽ നമ്മൾ എപ്പോഴും നേരെ ഓഡിയൻസിലോട്ടാണ് പോണേ. ഈ ഓഡിയൻസിലാണ്ട് നമുക്ക് ഇവിടെ ചെയർ ചെയ്യാനായിട്ട് നമ്മുടെ ഡാൻസേഴ്സും ഇവർക്കൊരു ഗിഫ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കേട്ടാണോ കണ്ടാണോ മുഴുവൻ? ഉത്തരം അറിയാം. മൈക്ക് എടുത്തോ. 9 മാസം. 9 മാസം. ഒരു കുട്ടി ജനിക്കാനുള്ള അങ്ങനെയുള്ള രീതിയിലാണോ ഉദ്ദേശിച്ചത്? ഞാൻ ഈ വാർത്തനെ പറ്റി നോക്കാറുണ്ട്. ആണല്ലേ? യൂട്യൂബിൽ. ഒരു തിരിച്ചു വരാത്തതിന്റെ വിഷമത്തിരിക്കായിരുന്നു. അതല്ല. അല്ലേ? കറക്റ്റാ. പേര് ജിഷ്ണു. ജിഷ്ണു. വിഷ്ണു എത്ര നാളായിട്ട് നമ്മുടെ ഇവിടെ ചെയ്യുന്നില്ലേ പരിപാടിയില്? ചെയ്യുന്നുണ്ട്. ഞാനിപ്പോ ഇവിടെ സ്മാർട്ട് ഷോ ആദ്യമായിട്ട് വന്നു. ബാക്കി ഫ്ലവേഴ്സിൽ ഒരുപാട് പരിപാടി. അപ്പൊ ഇതുവരെ ഇതൊരു അവസരം കിട്ടിയിട്ടില്ലല്ലോ. ഇല്ല. അപ്പൊ ഇന്ന് ആ അവസരം കിട്ടുകയാണ്. ഓക്കെ, 10 സെക്കൻഡ് സമയം. യെല്ലോ റിബൺ കിട്ടിയ ഒരു ഗിഫ്റ്റ് എടുക്കാം. ഓക്കെ, ഏത് ഗിഫ്റ്റ് വേണം എന്ന് തീരുമാനിച്ച് ഓടിപ്പോയി 10 സെക്കൻഡിൽ എടുത്തു. ഓക്കെ, റെഡി? 1. ഓടൂ, വാരൂ, നേടൂ, ഗോ. കളകി. ഇപ്പൊ വിഷമങ്ങ് മാറി കിട്ടി. സന്തോഷം. ഇനി മുതൽ നിങ്ങളുടെ എല്ലാവരും ഡ്രസ് അലക്കുന്നത് വിഷ്ണു. അതല്ല, അമ്മ എപ്പോഴും വാഷിംഗ് മെഷീൻ വീട്ടിൽ കയറായിരുന്നു. അപ്പൊ അമ്മ എപ്പോഴും അലക്കലും അലക്കണേ. അപ്പൊ അമ്മ എപ്പോഴും വാഷിംഗ് മെഷീൻ വേണമെന്ന് പറയും. അതാണ് അമ്മയ്ക്ക് വേണ്ടി എടുത്ത. അതെന്തായാലും കലക്കിയ സാധനം അല്ലേ? അവന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. അതുകൊണ്ട് നിങ്ങളതില്ല, നിങ്ങൾക്കില്ല കേട്ടാ. അത് കലക്കി. അതാണ് ഞാൻ ചോദിച്ച ഉടൻ എന്റെ അടുത്ത് പറഞ്ഞേ, ഞാൻ നോക്കിക്കോളാം, വേറൊന്നുമില്ല. മൈക്കൊക്കെ തന്നെ റെഡി ആയിട്ട് നിൽക്കുകയായിരുന്നു. കറക്റ്റ് ആയിട്ട് ആലോചിച്ചു എടുത്തു അല്ലേ? അടിപൊളി കേട്ടാ, സൂപ്പർ. അതും അമ്മയുടെ പേരെന്താ? അമ്മയുടെ പേര് ശൈലജ, അച്ഛന്റെ പേര് ഹരി. അമ്മ അച്ഛൻ എപ്പോഴും ഈ പ്രോഗ്രാം കാണുന്നുണ്ട്. അപ്പൊ അമ്മേ, മോൻ ഇവിടെ വന്ന് ഡാൻസ് കളിക്കണല്ലേ കണ്ടിട്ടുള്ളൂ. മോൻ ഇവിടെ വന്ന് ഗെയിം ഒന്നും കളിക്കണ്ട, ഇവിടെ വന്ന് നേടിയെടുത്തത് അമ്മയ്ക്ക് വേണ്ടി കൊണ്ടുവന്നതാണ് ദാ ഈ വാഷിംഗ് മെഷീൻ കേട്ടാ. അത് മതി. സൂപ്പറാ. നീ എന്തിനു കരയണേ? ഇതൊരുമാതിരി തരാത്തത് പോലെയാണല്ലോ പറയുന്നത്. ആൾക്കാർ വിശ്വസിക്കും നമ്മൾ തരില്ലെന്ന് വിചാരിക്കും. അത് മനസ്സിലായി. അത് കലക്കിയില്ലേ? അവറ്റവൻ അവിടെ ഡ്രമ്മിന്റെ 2 കമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടാ. ഓക്കെ, ഇപ്പഴേ ഉരുട്ടിക്കൊണ്ട് പോണോ?